ജെറമ്യ പ്രവാചകൻ ദൈവത്തിൻ്റെ സ്വന്തം വാക്കുകളാൽ ജനത്തോട്, നമ്മോട് മുന്നറിയിപ്പ് അന്നും നൽകി, ഇന്നും നൽകിക്കൊണ്ടിരിക്കുന്നു. നിൻ്റെ ഹൃദയം കഴുകി ശുദ്ധമാക്കുക എന്ന പിതാവായ ദൈവത്തിൻ്റെ ആഹ്വാനം നമ്മൾ ഓരോരുത്തരോടും ഉള്ള മുന്നറിയിപ്പാണ്. പാപം ഹൃദയത്തെ ഇരുട്ടിലാക്കുകയും മനുഷ്യനെ ദൈവബന്ധത്തിൽ നിന്നും മാറിപ്പോകുവാൻ ഉള്ള കാരണങ്ങൾ അടിക്കടി കൊണ്ടുവരികയും ചെയ്യുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ നാം തിരിച്ചറിയണം, നാം തെറ്റിപ്പോയിരിക്കുകയാണ്. ഇന്നത്തെ ലോകം ആഡംബരത്തിലും സ്വാർത്ഥതയിലും മുങ്ങി ദൈവത്തെ ഓർക്കാതെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷവും. പാപം മധുരമായി എത്ര തോന്നിച്ചാലും അതിൻ്റെ ഫലങ്ങൾ വേദനയുടെയും സർവനാശത്തിൻ്റെയും രൂപത്തിലാണ്, ആത്മനാശത്തിൻ്റെ രൂപത്തിൽ. ദൈവം ശിക്ഷിക്കാനല്ല, മടങ്ങി വരുവാൻ സമയം നൽകാനാണ് ഇപ്പോഴും കാത്തിരിക്കുന്നത്. സോ ലെറ്റ്സ് നോട്ട് ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻറ്റഡ്. പാപത്തിൻ്റെ ഫലങ്ങൾ നമുക്ക് ചുറ്റും പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ്, നീരാളി ഹസ്തങ്ങൾ പോലെ. ബന്ധങ്ങൾ തകരുന്നു, കുടുംബ ബന്ധങ്ങൾ തകരുന്നു, കുടുംബങ്ങൾ തകരുന്നു, സത്യസന്ധത നഷ്ടപ്പെടുന്നു, സ്നേഹം സ്വാർത്ഥതയായി മാറുന്നു, ആത്മീയത അഴിമതിയാൽ മൂടപ്പെട്ടിരിക്കുന്നു. ജെറമ്യയുടെ കാലത്തെ പോലെ ഇന്നും ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാതെ മനുഷ്യരായ നാം സ്വന്തം വഴികളിൽ അലഞ്ഞു തിരിയുകയല്ലേ, സ്വാർത്ഥതയാൽ, ഒട്ടും എളിമയില്ലാതെ. ദൈവവചനം ഇന്നും സത്യമാണ്. നിൻ്റെ ദുഷ്പ്രവൃത്തികളാണ് നിന്നെ ശിക്ഷിക്കുന്നത്. പാപത്തിൽ വീഴുന്നവർ സ്വന്തം ആത്മീയ നാശത്തേക്ക് തന്നെ വഴിതെളിക്കുകയാണ്. സഹോദരങ്ങളെ, കർത്താവിൻ്റെ രണ്ടാം വരവ് ആസന്നമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആത്മീയമായി ഒരുങ്ങിയിട്ടുണ്ടോ നാം എന്ന് പുനഃപരിശോധിക്കാം. പാപഭാരമുള്ള ഹൃദയങ്ങൾ കൃപയിൽ നിന്നും അകന്നു നിൽക്കുകയല്ലേ. നിത്യജീവിതം നാം മറന്നുപോയിരിക്കുന്നു. ഇപ്പോഴാണ് മടങ്ങി വരാനുള്ള സമയം. ഹൃദയശുദ്ധി നേടി നമുക്ക് ജെറമ്യ പ്രവാചകൻ്റെ വചനങ്ങൾ ധ്യാനിച്ചുകൊണ്ട് മടങ്ങി വരാം, തിരിച്ചറിയാം, തിരുത്താം. ഇന്ന് തന്നെ, ഈ നിമിഷം തന്നെ പരിശുദ്ധ അമ്മയോടും സഭയോടും ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ രണ്ടാം വരവിൽ വിശ്വസ്തരും ശുദ്ധ ഹൃദയരുമായി തീരാൻ, കർത്താവിൻ്റെ സന്നിധിയിൽ സ്വാഗതം ചെയ്യപ്പെടാൻ നമുക്ക് യോഗ്യത നേടാം.